ഒരുപാട് ഐറ്റം ഉണ്ട് ഇന്റർനെറ്റിൽ കൂടെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാനകത്ത് ഡ്രോപ്പ് ഷിപ്പിംഗ് എഴുതിക്കോളൂ. ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷെ വളരെ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് പഠിച്ചു കഴിഞ്ഞാൽ. ഡ്രോപ്പ് ഷിപ്പിംഗ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ഇന്റർനെറ്റിന് ലോക്കലി നമ്മളൊരു ലോക്കലി ഒരു 500 മീറ്ററിനകത്ത് നമുക്കൊരു വൈഫൈ ഉണ്ടാക്കണം, ഹോട്ട്സ്പോട്ട് ഉണ്ടാക്കണം എന്നിരിക്കട്ടെ, എക്സാമ്പിൾ ഞാൻ പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി നമുക്കൊരു റൗട്ടർ വേണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇപ്പൊ ഇവിടെയാണ് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന BSNLന്റെയോ ഏഷ്യാനെറ്റിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ ജിയോയുടെ ഒക്കെ കേബിളുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ അവിടെ മുഴുവൻ ഒരു ഹോട്ട്സ്പോട്ടായി മാറും, ഹൈ സ്പീഡ് ഹോട്ട്സ്പോട്ടായി മാറും. അങ്ങനത്തെ ഒരു ഹാർഡ്വെയർ ഉണ്ട്, അങ്ങനെ ഒരു ഹാർഡ്വെയർ ഉണ്ടെന്നിരിക്കട്ടെ. അപ്പൊ ആ ഹാർഡ്വെയർ നമ്മൾ കയറി നോക്കിയപ്പോൾ ആ ഹാർഡ്വെയറിന് ഭയങ്കര ഡിമാൻഡാണ്. എക്സാമ്പിൾ ആണ് പറയുന്നത് കേട്ടോ. നമുക്ക് ഞാനിപ്പോൾ പലപ്പോഴും ഈ എക്സാമ്പിൾ ഓർത്തിരിക്കാൻ വേണ്ടി ഈ എക്സാമ്പിൾ തന്നെ പറയുന്നത്. ഈ ഒരു ഇൻസ്ട്രുമെന്റിന് നമുക്ക് ബ്രസീലിൽ ഭയങ്കര ഡിമാൻഡ് ആണെന്നിരിക്കട്ടെ. ഓക്കെ, അത്ര എഴുതിപ്പോ, ബാക്കി ഇല്ലെങ്കിൽ നിങ്ങൾ എഴുതാതെ പോയി കഴിഞ്ഞാൽ ബാക്കി പിടുത്തം കിട്ടി. ആ എക്സാമ്പിളിൽ കൂടെയാണ് പറയുന്നത്. ഡ്രോപ്പ് ഷിപ്പിംഗ് ഞാൻ എക്സാമ്പിൾ തരുവാണ്. കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ കിട്ടാനായിട്ട് നിങ്ങൾ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ കയറി നോക്കിയാൽ കുറച്ചൊക്കെ കിട്ടും. അപ്പൊ ഞാൻ ഈ പറയുന്ന ചിലപ്പോൾ ഐഡിയ അതിനകത്ത് ഫുള്ള് ഇത് ഞാൻ എൻ്റെ ഇത് പഠിച്ചിട്ട് കാണുവാണെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത നിങ്ങൾക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ വളരെ ഈസിയാണ്, അതൊക്കെ നടപ്പിലാക്കിയാൽ മതി. അപ്പം ഞാൻ ഈ പ്രോഡക്റ്റ് ആണെന്നല്ല പറഞ്ഞത്, ഇതൊരു സോഫിസ്റ്റിക്കേറ്റഡ് പ്രോഡക്റ്റാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ കടയൊക്കെ അടുത്താണ്, ഇല്ല നിങ്ങൾക്ക് പല എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഉണ്ട്, അവിടെ വരുന്നവർക്കൊക്കെ ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കിട്ടണം, നിങ്ങളൊരു ഇന്റർനെറ്റ് വാങ്ങിച്ചു. അപ്പൊ ഈ ലോകം മുഴുവനും വയർലെസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ 6 കിലോമീറ്റർ വരെ നമുക്ക് ഇത് എയർ ഫൈബറിന്റെ ക്വാളിറ്റിയിൽ വീട്ടിലേക്ക് ലൈൻ വലിക്കണ്ട, ലൈൻ ഇടയ്ക്ക് കാറ്റും മഴയൊന്നും വരുമ്പോൾ ലൈൻ ചീത്തയാവൂല എന്നൊക്കെ ഉള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രയോജനം. അപ്പൊ ഇത് ബ്രസീലിൽ ഇതിന് ഹൈ ഡിമാൻഡ് ഉണ്ടെന്നിരിക്കട്ടെ ഈ സാധനത്തിന്. സൗത്ത് അമേരിക്കയിൽ ഒന്നും ഈ സാധനം ഉണ്ടാക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ഇതിങ്ങനെ കയറി നോക്കി. അപ്പൊ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട്, എന്തിന് ഈ ഷിപ്പ് ഡ്രോപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട്. നിങ്ങൾ അപ്പൊ അതുമായിട്ട് ലിങ്ക് ചെയ്ത് വെച്ചേക്കുവാണ്. നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് പറയാം. നിങ്ങൾക്കൊരു വെബ്സൈറ്റ് വേണം, നിങ്ങൾക്കൊരു പേയ്മെന്റ് ഗേറ്റ്വേ വേണം. ഈ 2 കാര്യങ്ങൾ മാത്രം മതി. നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് എന്തെല്ലാം സാധനം ലോകത്തിൽ സ്കേഴ്സിറ്റി ഉണ്ടെന്ന് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. 2-3 പേരിരുന്ന് ഇങ്ങനെ ത്രൂ ഔട്ട് ഇന്റർനെറ്റ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരമാണ് നിങ്ങൾ കണ്ടത് ഒരു പുതിയ ടെക്നോളജി പ്രോഡക്റ്റ് ആണ് എയർ ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫൈബർ ഓപ്റ്റിക്കൽസ് കിട്ടുന്ന പോലെ തന്നെ നമുക്ക് എയറിലൂടെ കിട്ടുന്ന സംഭവമാണ് എയർ ഫൈബർ. 300 Mbps സ്പീഡിൽ നമുക്ക് ഇന്റർനെറ്റ് കിട്ടും. അപ്പൊ നമ്മളത് നോക്കിയപ്പോഴത്തേക്കും അതിനൊരു $40 വില എന്നിരിക്കട്ടെ. സൗത്ത് അമേരിക്കയിലൊക്കെ, ബ്രസീല്, അർജന്റീന ഈ പ്രദേശത്തൊക്കെ $40 ഇതിന്റെ വില. ഈ സാധനം അവിടെ കിട്ടാനുമില്ല, ഭയങ്കര സ്റ്റോക്ക് ഇല്ല. അപ്പൊ അന്നേരമാണ് നിങ്ങൾ നോക്കി ഈ സാധനം നമുക്ക് വാൾമാർട്ടിന്റെ ഈ പറഞ്ഞതുപോലെ അവരുടെ ഇതിനടുത്തുണ്ട്, ഹോൾസെയിലായിട്ട് അവർ കൊടുക്കുള്ളൂ. മിനിമം 1000 പീസ് അവർ തരത്തുള്ളൂ, 1000 താഴെയുള്ള സ്ലോട്ട് ഇല്ല. ഓക്കെ, അപ്പൊ അവർക്ക് ഈ ഒരു ഫെസിലിറ്റി ഉണ്ട്. നമ്മൾ അഡ്രസ്സും കൊടുത്ത്, ഓൺലൈനിൽ അഡ്രസ്സും കൊടുത്ത് അവരുടെ പേയ്മെന്റും കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ടിയിട്ട് ഇത് പാക്ക് ചെയ്ത് ഈ പാർട്ടിയുടെ പേരും ഒട്ടിച്ച് അത് കുരിയറിൽ വരും. അതിന് ഇൻഷുറൻസും ഉണ്ട്. ഇനി അത് കേടായ റീപ്ലേസ്മെന്റ് വാറണ്ടി ഉണ്ട്. ഓക്കെ, അപ്പൊ 1000 പീസേ അവർക്കുള്ളൂ, വേറെ അതിൽ താഴെ കൊടുക്കുന്ന പരിപാടിയേ ഇല്ല. അപ്പൊ വാൾമാർട്ടിന്റെ ഡ്രോപ്പ് ഷിപ്പിംഗ്. അപ്പൊ ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ
ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ കൊടുത്തു. അപ്പൊ നമ്മൾ ഇതിന് നമ്മുടെ വെബ്സൈറ്റ് വഴി $32 റീറ്റെയിൽ എടുത്തേക്കുന്നത്. ഓക്കെ, നമുക്ക് 2200 ഓർഡേഴ്സ് കിട്ടി. ഒരാഴ്ച കൊണ്ട് നമ്മൾ കൺസോൾട്ടേറ്റ് ചെയ്ത് 2200 എന്താണ് ഈ എയർ ഫൈബറിന്റെ ഓർഡർ നമുക്ക് ബ്രസീലിൽ നിന്ന് കിട്ടിയെന്നിരിക്കട്ടെ. ഈ കഥയാണെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കുള്ളൂ. അപ്പം നമ്മൾ ഇതിനെ സോഴ്സ് ചെയ്തു. 2200 ഒറ്റ സ്ലോട്ടായിട്ട് എത്ര രൂപയ്ക്ക് തരും ഹോൾസെയിലായിട്ട്, കാശ് ഫുള്ള് കൊടുക്കാൻ തയ്യാറാണ്. ഉടനെ നമ്മുടെ വാൾമാർട്ടിന്റെ ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവിടെയാണ് ഇങ്ങനെ ഹോൾസെയിൽ കിട്ടുന്നത്. അപ്പൊ അവര് നമുക്ക് കോട്ട് ചെയ്തു $6 ഒരു പീസിന്. നമുക്ക് $32 നമ്മൾ കച്ചവടം അത് ചെയ്തേക്കുന്നത്, വെബ്സൈറ്റിൽ കൂടെ കച്ചവടം ഉറപ്പിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ സ്റ്റോക്ക് ഇൻ സ്റ്റോക്ക് കാണിച്ചു, മറ്റൊരു തരാന്ന് എഗ്രി ചെയ്തു. അപ്പൊ നമ്മൾ ഇൻ സ്റ്റോക്ക് കാണിച്ചു, ഉടനെ തന്നെ ആൾക്കാർ ബുക്ക് ചെയ്യാൻ തുടങ്ങി. ഇതിന്റെ പൈസ നമ്മുടെ കയ്യിൽ വന്നതനുസരിച്ച് നമ്മൾ വാൾമാർട്ടിൽ കൊടുത്തു. വാൾമാർട്ടിൽ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തെ വാൾമാർട്ട് ഇവരുടെ അഡ്രസ്സും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് അവിടെ നിന്ന് ഷിപ്മെന്റ് പോയി കഴിഞ്ഞു. ഷിപ്മെന്റ് പോയി കഴിഞ്ഞാൽ ഇത് ഓരോ വ്യക്തികൾക്കാണ്, കുരിയറിൽ അങ്ങനെ പോയി കിട്ടും. എന്തെങ്കിലും കേടുണ്ടെങ്കിൽ തിരിച്ചയച്ചു കഴിഞ്ഞാൽ വാൾമാർട്ടിന്റെ സൗത്ത് അമേരിക്കയിലുള്ള അവര് റീപ്ലേസ്മെന്റ് ഒക്കെ കൊടുത്തോളൂ. നമ്മൾ അതൊന്നും അറിയണ്ട, നമുക്ക് ഈ മാർക്കറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ $6, പിന്നെ അതിന്റെ പാക്കിംഗ് ആൻഡ് ഫോർവേഡിങ് ചാർജ് എല്ലാം കൂടെ $2.5, അങ്ങനെ നമുക്കൊരു $8.5 ആയി. $8.50 വെച്ചായി. നമ്മൾ ഫുൾ പേയ്മെന്റും വാൾമാർട്ടിന് റിലീസ് ചെയ്തു. അവർ പറഞ്ഞിരിക്കുന്ന 6 മണിക്കൂറിനകത്ത് ഈ പ്രോഡക്റ്റ് അവിടെ നിന്ന് അവരുടെ ഷിപ്മെന്റ് തുടങ്ങുന്നതാണ്. അവർ വാൾമാർട്ട് 6 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 4 മണിക്കൂർ മുമ്പ് തന്നെ ഷിപ്മെന്റ് തീർന്നിരിക്കും. അതാണ് അവരുടെയൊക്കെ ക്വാളിറ്റി, ആമസോണിന്റെ പറഞ്ഞതുപോലെ. അപ്പൊ അതങ്ങനെ പോയി. 22ാമത്തെ മണിക്കൂറിൽ ഇത് മുഴുവനും ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ എടുത്തേക്കുന്ന ഓർഡർ $32 പെർ പീസാണ്. അവിടെ ലോക്കലി $40 പെർ പീസാണ്. പക്ഷെ സാധനം കിട്ടാനില്ല. 2200 എണ്ണം നിങ്ങൾ കൊടുത്തു. ഇനി അതിൽ നിന്ന് വരുന്ന പൈസ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ അക്കൗണ്ടിലാണ് ഈ പൈസ വരേണ്ടത്. ഓക്കെ, ഓരോരോ എണ്ണമായിട്ട് വാൾമാർട്ട് സ്വീകരിക്കത്തില്ല. അപ്പൊ നിങ്ങൾക്കൊരു വെർച്വൽ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു സംഭവം എടുക്കാം. വെർച്വൽ അക്കൗണ്ട് നിങ്ങൾക്ക് ഡോളറിലോ യൂറോയിലോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ നിങ്ങൾ ഡോളറിൽ വെർച്വൽ അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ വെർച്വൽ അക്കൗണ്ടിലേക്കായിരിക്കും ഈ എമൗണ്ട് മുഴുവൻ വരുന്നത്. അതിൽ നിന്ന് നിങ്ങൾ ഈ ഒരു 2200 ഒറ്റ സ്ലോട്ടായിട്ട് തന്ന അതിനുള്ള പൈസ കൊടുത്തു. അതിന്റെ പാക്കിംഗ് ആൻഡ് ഫോർവേഡിങ് $2.5 വെച്ച് കൊടുത്തു. അതിന് മൊത്തം $8.5 സംഭവം തീർന്നു. കൊടുക്കാനുള്ളത് കൊടുത്തു. അപ്പൊ അവിടുത്തെ എല്ലാം തീർത്തു. അപ്പൊ നിങ്ങൾക്ക് ബാക്കി പൈസ നല്ല ലാഭം കിട്ടി. ഈ കച്ചവടത്തിനകത്ത് നല്ല ലാഭം. ഈ റീറ്റെയിലിനകത്തൊക്കെ ചിലപ്പോൾ ഭയങ്കര ലാഭം കിട്ടും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലിക്ക് ബാങ്ക് എന്നും പറഞ്ഞൊരു സംഭവമാണ്. ഇന്റർനെറ്റിൽ പൈസ ഉണ്ടാക്കാൻ പറ്റിയ സാധനം ക്ലിക്ക് ബാങ്ക്. ഈ ക്ലിക്ക് ബാങ്കിലൊക്കെ നമ്മൾ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് 75% കമ്മീഷൻ കിട്ടും. എല്ലായ്പ്പോഴും അല്ല, പക്ഷെ 75% കമ്മീഷൻ കിട്ടുന്ന പ്രോഡക്റ്റ്സും അതിനകത്തുണ്ട്. 40% 50% ആവറേജ് ആണ്. ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഇത് ഇവിടെ ഇരുന്ന് ഇത് പല പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ചെയ്യാനൊക്കെ പഠിക്കും. ആ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടുത്തെ നിങ്ങൾ സൗത്ത് അമേരിക്കയിലെ ഓപ്പറേഷൻസ് കഴിഞ്ഞു. ഇനി ഈ സാധനം നിങ്ങൾ നോക്കി യൂറോപ്പിൽ എത്ര പോകും? യൂറോപ്പിൽ പോകുമ്പോഴത്തേക്കും നിങ്ങൾ നോക്കിയപ്പോഴത്തേക്കും 22 യൂറോയ്ക്ക് 22 യൂറോ ഉണ്ട്. അപ്പൊ നിങ്ങൾ പിന്നെ യൂറോപ്പ്, വെസ്റ്റേൺ യൂറോപ്പ് മുഴുവൻ നോക്കിയപ്പോഴത്തേക്കും നിങ്ങൾ ഒരു 6000 പീസ് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റി 22 യൂറോയ്ക്ക്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ പാക്കിംഗ് ആൻഡ് ഫോർവേഡിങ് അതിന്റെ കോസ്റ്റ് എല്ലാം കൂടെ കൂട്ടിയപ്പോഴത്തേക്കും പിന്നെ 7.25 യൂറോ വെച്ചായിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ അതിനകത്ത് ഇങ്ങനെ വർക്ക് ചെയ്ത് അവിടുത്തെ അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് ഈ പൈസ മുഴുവനും നമ്മൾ വെട്ടി വീഴുകയല്ല ചെയ്യുന്നത് കേട്ടോ. നമുക്ക് അവിടെ യൂറോപ്പിൽ എല്ലാവരെയും കാണിക്കണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്ക് ബ്രസീലിൽ എല്ലാവരെയും കാണിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പ്രോമിനന്റ് ആയിട്ടുള്ള പലരുടെ വെബ്സൈറ്റ് വഴി പോകണം. അതിനകത്തെല്ലാം നമ്മൾ കണക്ട് ചെയ്ത് പോകണം. അപ്പൊ അവർക്കെല്ലാം ഒരു കമ്മീഷൻ കൊടുക്കും. ഞാനിപ്പോ ആദ്യം നിങ്ങളടുത്ത് പറഞ്ഞു നമുക്ക് $8.5 നമുക്ക് സോഴ്സ് ചെയ്യാൻ പറ്റി, $32 വിൽക്കാൻ പറ്റിയെന്ന് പറഞ്ഞു. നിങ്ങൾ കേട്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഭയങ്കര ലാഭമാണല്ലോ എന്ന് വിചാരിച്ചു. ഒരു പീസ് വിൽക്കുമ്പോൾ തന്നെ നമുക്ക് എത്രയാണ് $10-24 കിട്ടുന്നുണ്ട്. യു ആർ വെരി ഹാപ്പി. നോ, അതിനകത്തുനിന്ന് നമുക്ക് നമ്മളെ അവിടെ ഇത് ചെയ്യുന്ന പല വെബ്സൈറ്റിലും നമ്മൾ കമ്മീഷൻ കൊടുക്കും. അതൊക്കെ നമ്മൾ അവരുമായിട്ടുള്ള അറേഞ്ച്മെന്റ് ഉണ്ട്. ഈ പൈസ വരുന്നതനുസരിച്ച്
പലരിലേക്ക് അങ്ങ് പൊക്കോളും. അപ്പൊ മേ ബി നിങ്ങൾക്ക് $24 കിട്ടുന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്നൊരു $6-8 നിങ്ങളെ വീണ്ടും ഇടനിലക്കാരായിട്ടുണ്ട്. ഇടനില എന്ന് പറഞ്ഞാൽ അതെല്ലാം ഓട്ടോമാറ്റിക് ആണ്, അവർ വഴിയാണ് പോകുന്നത്. നിങ്ങൾക്ക് ഈ ലോകത്ത് എവിടെയാണോ നിങ്ങൾ ഇരുന്ന് നോക്കുന്നത്, ഇവിടെ ഇരുന്ന് നോക്കുന്നത് ലോകത്ത് എവിടെയാണോ ഏത് പ്രൊഡക്റ്റ് കുറവുള്ളത്, നല്ല വിലക്ക് കിട്ടുന്നത്, ഇത് ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഇപ്പൊ ചൈനയായിട്ട് നമ്മൾ വീണ്ടും ബിസിനസ് റിലേഷൻഷിപ്പ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയാലോ. ഇപ്പൊ നമ്മൾ ചൈനയിൽ അത് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ചൈനയിൽ ഇത് ഈ മാസ് പ്രൊഡക്ഷൻ ഉള്ളത് കൊണ്ട് മാസ് പ്രൊഡക്ഷന്റെ ഇതിന്റെ കോസ്റ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണ എക്സാമ്പിൾ പറയാം. ഞാൻ ഈ 1 million എന്ന് പറഞ്ഞൊരു പെർഫ്യൂം ഞാൻ അബ്രോഡ് നിന്ന് വാങ്ങിച്ച് സാധാരണ ഉപയോഗിക്കുക. അപ്പൊ അതിന് വില ഏതാണ്ട് 5500 മറ്റാണ് അതിന്റെ വില. 1 million. ഓക്കെ, നല്ലൊരു പെർഫ്യൂമാണ്. അപ്പൊ ഒരെണ്ണം നമ്മൾ ആമസോണിൽ കൂടെ ഓർഡർ ചെയ്താലോ, അല്ലെങ്കിൽ നമ്മളില്ലെങ്കിൽ ദുബൈയിൽ നിന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാലോ ഒരു 5500 രൂപയാവും 100 ml. ഞാൻ നമ്മുടെ ശിഷ്യരുമായിട്ട് ചൈനയിൽ പോയപ്പോൾ ഒറിജിനൽ കമ്പനിക്ക് വേണ്ടി ഇത് ഉണ്ടാക്കുന്ന അവരവിടെ അത് ഇങ്ങനെ എക്സ്പോയിൽ ഇതിങ്ങനെ വെച്ചേക്കുന്നു. ഞാനിതെടുത്തൊക്കെ നോക്കി. അപ്പൊ ഇതിന്റെ കമ്പനിക്കാര് ഇവരെന്നെ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ ഒരുത്തനെയും വിളിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ഇതിന്റെ പ്രൈസ് എന്ന് ചോദിച്ചു. അപ്പൊ ഇവർക്ക് പിന്നെ ചൈനീസിലല്ലേ, അപ്പം ഇവര് ഉടനെ വന്ന് വിളിച്ചവരൊക്കെ ഭയങ്കര ഇതാണ്, അറ്റൻഷൻ ആയിട്ട് വരും. പക്ഷെ നമ്മളെ പോലെ സ്റ്റാൻഡേർഡ് ബ്രാൻഡ് ആയതുകൊണ്ട് ഇവരത്ര സോപ്പിടുന്നൊന്നുമില്ല. മറ്റു സാധാരണഗതിയിലുള്ള ബ്രാൻഡ് എന്താ പറയുക, ബ്രാൻഡും ഗ്രൂണ്ടും ഒന്നും ഇല്ലാത്ത സാധനമാണെങ്കിൽ ഈ പെൺപിള്ളേരൊക്കെയാണ് ഷോപ്പിൽ നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യക്കാരൊക്കെ കിട്ടുവാണെങ്കിൽ അവന്മാരുടെ കൈ പിടിച്ച് ഇവളുമാര് കക്ഷത്തിലോട്ടങ്ങ് വെച്ച് അങ്ങനെ ഡീല് ക്ലോസ് ചെയ്തിട്ട് റിലീസ് ചെയ്തു. അപ്പൊ ചിലർ കിടന്ന് ഇങ്ങനെ ഞെളുവിരി കൊള്ളുമായിരിക്കും ഇതിനകത്തുനിന്ന് പോകാനായിട്ട്. പോകരുതെന്ന് ഒരു ആഗ്രഹമുണ്ട്. കൈ പിടിച്ച് ഇവിടെ കക്ഷത്തി വെച്ചേക്കാം, ഡീൽ ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് ഇവനെ വിടുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ബിസിനസ് തന്ത്രം. അപ്പൊ ഞാൻ ഇതിന്റെ വില ചോദിച്ചു. വില ചോദിച്ചപ്പോഴത്തേക്കും പിന്നെ അവിടുത്തെ ഇങ്ങോട്ട് പറച്ചിലില്ല. ചൈനയിൽ പോയ ബിസിനസ് കാണിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മളിത് കാണിച്ചിട്ട് എത്രയാണെന്ന് ചോദിക്കും. ഉടനെ അവൻ വലിയ കാൽക്കുലേറ്റർ എടുത്തിട്ട് അതിന്റെ പ്രൈസ് അടിച്ച് കാണിക്കും, അവന്റെ RMBയിൽ എത്രയാണെന്നുള്ളത്. അപ്പൊ എനിക്ക് അതിന്റെ കണക്ക് കൂട്ടുന്ന അതിന്റെ 8 സംതിങ് ഇട്ട് കൂട്ടിയാൽ മതി. അപ്പൊ നമുക്ക് ഇവിടുത്തെ പൈസ കിട്ടും. കറക്റ്റ് എമൗണ്ട് മറന്നുപോയി. ഓക്കെ, വളരെ ഈസിയാണ്. നമുക്ക് അപ്പൊ തന്നെ കാൽക്കുലേറ്റർ നമ്മൾ എമൗണ്ട് തിരിച്ച് പേശണമെങ്കിലും വളരെ എളുപ്പമാണ്. അപ്പൊ നമ്മൾ അതിൽ അടിച്ചിട്ട് തിരിച്ച് കാണിച്ചു കൊടുത്താൽ മതി. അപ്പൊ അവൻ പറ്റത്തില്ല എന്ന് പറയും. അപ്പൊ നമ്മൾ പോകാൻ തുടങ്ങും, നമ്മുടെ സാധാരണ ചന്തയിൽ ചെയ്യുന്ന പോലെ തന്നെ. അപ്പൊ അവൻ വീണ്ടും പുറകെ വിളിച്ചിട്ട് അവൻ വീണ്ടും അത് കുറച്ചുകൂടെ താത്ത് കാണിക്കും. നമ്മളത് നോക്കിയിട്ട് എന്ത് ചെയ്യുന്നറിയോ, വീണ്ടും നമ്മൾ അടിച്ചു കൊടുക്കും. ഉടനെ അവൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും, പോകാൻ ഇറങ്ങി കഴിയുമ്പോൾ അവൻ പുറകെ വന്ന് നമ്മളെ പിടിക്കും. അങ്ങനെ ചെയ്യരുത്, ഭയങ്കര മണ്ടത്തരമാണ്. ഈ രണ്ടാമത്തെ പ്രാവശ്യം കഴിഞ്ഞ് വീണ്ടും അവൻ വില താക്കുന്നുണ്ട്, അവൻ ക്വാളിറ്റി താത്തുക. നമ്മൾ കാണിച്ച ക്വാളിറ്റി ആയിരിക്കത്തില്ല. ഇപ്പൊ കസേരയാ തരുന്നെങ്കിൽ കസേരക്കകത്തുള്ള ഈ കമ്പിയുടെ ഗേജ് എല്ലാം പിന്നെ ഭയങ്കര കുറഞ്ഞതായിരിക്കും. ഉപയോഗിച്ചിരിക്കുന്ന ലെതറൊക്കെ ഭയങ്കര ചീപ്പർ ക്വാളിറ്റി ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് വില പറഞ്ഞാലാണ് ആ വിലയ്ക്ക് തന്നത്. ഓക്കെ, നമ്മൾ അവിടെ നിന്ന് എപ്പോഴും ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു സ്റ്റാൻഡേർഡിന് താഴെ പോകരുത്. അപ്പം ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റി ചോദിച്ചുകൊണ്ട് നിന്നിട്ട് അതിനകത്തുനിന്ന് ഈ ചീപ്പായിട്ടുള്ള സാധനം ഇറക്കുന്ന ഒരു വലിയ ചീപ്പ് പരിപാടിയാണ്. നമുക്ക് അതിൽ നിന്ന് വലിയ നേട്ടമൊന്നും ഉണ്ടാകില്ല. ഇവിടെ സോപ്പ് ചീപ്പ് കണ്ണാടി കൊണ്ട് ഇറക്കുന്നതല്ല. ഇറക്കുന്നെങ്കിൽ നല്ല സൂപ്പർ ക്വാളിറ്റി അങ്ങ് പോയി ഇറക്കണം. അപ്പോൾ ഞാൻ ഇവന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഇവനെന്ത് ചെയ്താൽ ഇവന്റെ വില എടുത്ത് അടിച്ച് കാണിച്ചു. അപ്പൊ ഏതാണ്ട് 5600 rupees ഒക്കെ അതാണ് നമുക്ക് സാധാരണ വരുന്നത്. അപ്പൊ ഇവൻ അടിച്ചത് ഞാൻ കണക്ക് കൂട്ടി നോക്കിയപ്പോഴത്തേക്ക് ഏതാണ്ട് 4800 rupees വരുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചത് എത്ര പീസാന്ന് ചോദിച്ചു. അപ്പൊ അവനോട് ചോദിച്ചു മിനിമം ഓർഡർ എത്രയാണ്. അപ്പൊ ഞാന് അവന്റെ അവിടെ കിടക്കുന്ന ഷീറ്റിൽ എടുത്തിട്ട് എഴുതിയിട്ട് പറഞ്ഞു, ഞാൻ 1.2 million ബോട്ടിൽസ് വേണമെന്ന് പറഞ്ഞു. 1.2 million. ആ കഥ കേട്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. 1.2 million ബോട്ടിൽസ് വേണമെന്ന്. അപ്പൊ എന്നെ ഇവനിങ്ങനൊക്കെ നോക്കി. അപ്പൊ നമ്മളെല്ലാം ഫുൾ സ്യൂട്ടിലൊക്കെയാണ്, നമുക്ക് അസിസ്റ്റന്റും ഒക്കെ ഉണ്ട്, ചൈനീസ് ട്രാൻസ്ലേറ്ററും അസിസ്റ്റന്റും ഒക്കെ ഉണ്ട്. അപ്പം ഇവൻ ഉടനെ അതിന് അവനെ ആലോചിച്ച് കഴിഞ്ഞിട്ട് അവന്റെ ബേസിക് ആയിട്ടുള്ള സംഭവം കൊണ്ടുവന്നു. 156 രൂപ ഒരു ബോട്ടിൽ. 156 രൂപയാണ് അവനൊരു ബോട്ടിലിന് അതിന്റെ
പിന്നെ എത്രയാണ് 1.2 മില്യൺ ബോട്ടിൽസിന് ഞാൻ ഓർഡർ ചോദിച്ചപ്പോഴത്തേക്ക് അവൻ വില പറഞ്ഞു. ഇപ്പൊ ഇത് കണ്ടിട്ട് നമ്മുടെ മലയാളികൾ ഇങ്ങനെ ഒരു മിനിമം അത്രയൊക്കെ എടുത്തോണ്ട് ഇങ്ങനെ വരും, വിൽക്കത്തില്ല കേട്ടോ. അത്ര സാധനം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു വിധത്തിലും വിറ്റു പോകത്തില്ല. അതിലാണ് നമുക്ക് ഈ പോകുന്ന ആൾക്കാർക്കെല്ലാം തട്ട് പറ്റുന്ന ഒരു സാധനമാണ്. ഭയങ്കര വില കുറയുമ്പോൾ വോളിയം കൂടുതലെടുക്കും. അപ്പൊ ഇത് ഒരു മാസ് പ്രൊഡക്ഷന്റെ ഒരു ടെക്നിക്സ് ആണ്. ഞാൻ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ വേണേൽ പെട്ടെന്നൊന്ന് കുറിച്ചോ, ഈ ടെക്നിക്ക് എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. നിങ്ങൾ സോപ്പ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഉണ്ടെങ്കിൽ, ദേഹത്ത് തേക്കുന്ന നല്ല സൂപ്പർ സോപ്പ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു 1000 സോപ്പ്, PH സോപ്പ് പോലൊരു 1000 സോപ്പ് ഉണ്ടാക്കുകയാണെന്നിരിക്കട്ടെ. ഒരു സോപ്പിന് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന കൂലി നിങ്ങൾക്ക് 30 രൂപ വരും. നിങ്ങൾ 52 രൂപയ്ക്ക് വിൽക്കുന്നു 1000 സോപ്പ്. അപ്പൊ ആ യൂണിറ്റ് വലിയ വയബിൾ അല്ല. അഡ്ജസ്റ്റ് ചെയ്ത് കടമൊക്കെ വാങ്ങിച്ചു പോകേണ്ടതായിട്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്ത് നമ്മുടെ ഈ BMSലൊക്കെ വന്ന് പഠിച്ച് കുറച്ച് വിവരമൊക്കെ ആയി തുടങ്ങി. നിങ്ങൾ 1000 യൂണിറ്റിന് പകരം 1000 സോപ്പിന് പകരം ഒരു ദിവസം നിങ്ങൾ 2000 സോപ്പ് ഉണ്ടാക്കുക. അപ്പൊ ഈ 32 രൂപയിൽ നിന്നും ഈ സോപ്പിന്റെ ഒരു സോപ്പിന്റെ വില പെട്ടെന്ന് കുറയും, 24 രൂപയായിട്ട് കുറയും. 2000 എണ്ണം ഉണ്ടാക്കുക. അപ്പൊ നിങ്ങൾ സമർത്ഥനാണ്. നിങ്ങളത് പലർക്കായിട്ട് കൊടുക്കുകയാണ്. പല ആൾക്കാർക്ക് ഹോൾസെയിൽ കൊടുക്കാൻ തീരുമാനം എടുത്തു. നിങ്ങൾ അങ്ങനെ 10000 എണ്ണം ഉണ്ടാക്കും. 10000 എണ്ണം ഉണ്ടാക്കുമ്പോൾ ദിവസം 10000 എണ്ണം ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ വില നേരെ ഈ 32 കിടന്നത് മാറിയിട്ട് 14 രൂപ പെർ പീസ് ആവും. വീണ്ടും നിങ്ങൾ മിടുക്കനാണ്, നിങ്ങൾ ഹോൾസെയിൽ മാർക്കറ്റിംഗ് നോക്കി നിൽക്കുകയാണ്. അപ്പൊ നിങ്ങളിത് 1,00,000 പീസ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അങ്ങനെ കൂട്ടി. എന്ന് പറഞ്ഞാൽ രാപകൽ വർക്കാണ്, അതിന്റെ പാക്കിങ് അങ്ങനെ അതെല്ലാം ഔട്ട്സോഴ്സ് ചെയ്ത് 1,00,000 പീസ് ഡെയിലി ഇറങ്ങും. അപ്പോൾ നിങ്ങൾക്ക് ഒരു സോപ്പിന്റെ പെർ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 9 രൂപ 50 പൈസ ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ 32 രൂപയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനം 9 രൂപ 50 രൂപയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് എത്രയാണ്? 1,00,000 പീസിന്. അപ്പൊ 1 മില്യൺ പീസിലേക്ക് പോയാൽ എന്തുമായിരിക്കും എന്റെ വിലയെന്ന് കൂട്ടി നോക്കിക്കുക. അപ്പൊ ഇതാണ് ഈ മാസ് പ്രൊഡക്ഷന്റെ പ്രത്യേകത. അപ്പൊ നമ്മൾ മാസ് പ്രൊഡക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാം ഈ ഗ്ലോബൽ മാർക്കറ്റിംഗിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. നമ്മളിവിടെ ഭയങ്കര വില പറയുന്ന സംഭവമൊക്കെ മാസ് പ്രൊഡക്ഷനിലേക്ക് പോകുമ്പോഴത്തേക്കും ഇതിന്റെ വില പെട്ടെന്ന് അങ്ങ് താഴും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മുടെ ഈ ബിഗ് ബസാറിന് ഭയങ്കര വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നതിന്റെ കാരണം അവര് മിനിമം ഓർഡർ കൊടുക്കുന്ന 100 ഷോപ്പിന് വേണ്ടിയിട്ടായിരിക്കും. ഇന്ത്യയിൽ മിനിമം 100 ഷോപ്പിന് വേണ്ടിയിട്ടായിരിക്കും അവർക്ക് കൊടുക്കുന്നത്. അപ്പം അവർക്ക് വിൽക്കുന്ന സമയത്ത് കിട്ടുന്നത് 62% മാർജിൻ ആണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 12% മാർജിനെ കിട്ടത്തുള്ളൂ. ബിഗ് ബസാറിന് 60% മാർജിൻ കിട്ടും, കാരണം 100 കടയ്ക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു കടയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 12% മാർജിനെ കാണും. ഇതിലാണ് യൂസഫ് അലി കടന്ന് രക്ഷപ്പെടുന്നത്. യൂസഫ് അലി എടുക്കുന്നത് എന്താണ്, ഒരു 300 ഷോപ്പിന് വേണ്ടിയിട്ടായിരിക്കും. 300 ഷോപ്പിന് വേണ്ടിയിട്ടായിരിക്കും യൂസഫ് അലി എടുക്കുന്നത്. അപ്പൊ യൂസഫ് അലിക്ക് കിട്ടുന്ന മാർജിൻ ഭയങ്കരമായിട്ട് മാറും മാസ് പ്രൊഡക്ഷനിൽ. ഓക്കെ, യൂസഫ് അലി ചിലപ്പോൾ അവിടെ ലുലുവില് 60 രൂപ കിലോയ്ക്ക് വിൽക്കുന്ന ആപ്പിളിന് ചിലപ്പം 5 രൂപ 50 പൈസ ചിലപ്പോൾ സോഴ്സിലായി കാണും. ആ വിലക്കായിരിക്കും അവർക്ക് കിട്ടുന്നത്. നമുക്കത് കിട്ടത്തില്ല. അവരെന്നും പറഞ്ഞത് വില കുറച്ച് കൊടുക്കത്തില്ല, കാരണം മാർക്കറ്റ് സ്പോയിൽ ചെയ്യാൻ അവർ സമ്മതിക്കത്തില്ല. മറ്റുള്ളവർ സർവൈവ് ചെയ്ത് പോകണം. മാർക്കറ്റ് ഇപ്പോഴത്തെ മാർക്കറ്റിലുള്ള വില അനുസരിച്ചായിരിക്കും എപ്പോഴും കൊടുക്കേണ്ടത്. ഇതാണ് കച്ചവടത്തിന്റെ ഒരു പൾസ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് നമുക്ക് പോയിട്ട് ചെറുകിടക്കാർക്ക് ഇനി ഉള്ള മേഖലയിൽ വിജയിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നതിന്റെ കാര്യത്തിൽ ഈ മാസ് പ്രൊഡക്ഷനും ഗ്ലോബൽ മാർക്കറ്റ് ആയിപ്പോയി. അതുകൊണ്ട് മാസ് ഡിസ്ട്രിബ്യൂഷനാണ്. ഇനി ഞാൻ മുമ്പേ ആദ്യം പറഞ്ഞ കഥയിലേക്ക് വീണ്ടും വരുവാണ്. നിങ്ങൾ ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും $32, പിന്നെ $40 അവിടെ ലോക്കലി വിലയുള്ള സാധനം $32 നമ്മൾ സപ്ലൈ ചെയ്യാൻ പറ്റി. അതും $8.50 നമ്മൾ പാക്കിംഗ് ആൻഡ് ഫോർവേഡിങ് ഉൾപ്പെടെ നമ്മൾ വാൾമാർട്ടിന്റെ ഇങ്ങനെ ഭയങ്കര ഡ്രോപ്പ് ഷിപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ഭയങ്കര ഹോൾസെയിൽ ആയിരിക്കും. അതെന്താന്ന് ചോദിച്ചാൽ വാൾമാർട്ട് ഒരു സാധനം വാങ്ങിക്കുന്നത് യൂസഫ് അലി 300 ഷോപ്പിന് വേണ്ടി വാങ്ങിക്കുകയാണെങ്കിൽ വാൾമാർട്ട് വാങ്ങിക്കുന്നത്, നിങ്ങൾ മെറ്റീരിയൽ അടിച്ചു നോക്കിക്കുക വാൾമാർട്ടിന് എത്ര ഷോപ്പ് ഉണ്ടെന്ന്.
വാൾമാർട്ട് വാങ്ങിക്കുന്ന 11,500 ഷോപ്സിന് വേണ്ടിയിട്ടാണ്. 11,500 വലിയ സൂപ്പർ മാർക്കറ്റിന് വേണ്ടിയിട്ടായിരിക്കും. നിങ്ങൾക്ക് അപ്പൊ ജസ്റ്റ് ഇമാജിൻ, അവര് വാൾമാർട്ടുകാർ വാങ്ങിക്കുന്നത് 11,500 സൂപ്പർ മാർക്കറ്റ്സിന് വേണ്ടിയിട്ടാണ് ഒന്നിച്ച് പർച്ചേസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഇങ്ങനെ ഹോൾസെയിൽ കൊടുക്കാനായിട്ട്, ഹോൾസെയിലുകാർക്ക് കൊടുക്കാനായിട്ടുള്ള വേറെ സംവിധാനമുണ്ട്. അപ്പൊ അവരുടെ വോളിയം വീണ്ടും ഇവിടെ പോകും. 11,000 ഷോപ്പിന് വേണ്ടി എടുത്തോണ്ടിരുന്നിടത്ത് അവര് 40,000 ഷോപ്പിനുള്ളതായിരിക്കും പർച്ചേസ് ചെയ്യുന്നത്. അതാണ് ഈ മാസമായിട്ടുള്ള കച്ചവടത്തിനകത്ത് നമുക്ക് കിട്ടുന്ന ലാഭം. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചാല്, ഇത് നല്ലൊരു ബിസിനസ്സാണ്. ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ കുറേ ദിവസം ഇരുന്ന് പഠിക്കണം. ഇതെല്ലാം പഠിച്ച് എങ്ങനെയാണ് നമുക്ക് ഈ ജെയിംസ് കണ്ടുപിടിച്ചോ ഇതിന്റെ എയർ പിന്നെ ഫൈബർ? അതിന്റെ കോസ്റ്റ് 4,100 തൊട്ട് വരുന്നുണ്ട്. നമ്മളിവിടെ 4,500 കൊടുക്കുന്നത്. TP ലിങ്കിന്റെ ക്വാളിറ്റി ഉള്ളത് 4,500 ഡിപ്പാർട്ട്മെന്റ് ഇപ്പം കൊടുക്കുന്നത്, 6 മന്ത് വാറന്റിയോട് കൂടി. പക്ഷെ ഓൺലൈനിൽ ഇത് 4,100 തൊട്ട് 7,000 വരെ റേഞ്ച് ആകുന്നുണ്ട്. ഞാൻ പറഞ്ഞതിലോട്ട് വന്ന് നിൽക്കുക. ഇത് $40 ബ്രസീലിൽ സാധനം അവൈലബിൾ ആയിരിക്കും. നമ്മൾ പിന്നെ ഇതിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ, ഏതിന്ന് പിന്നെ വാൾമാർട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 8.5 നമുക്ക് സാധനം അവൈലബിൾ ആയിരിക്കും. പക്ഷേ വാൾമാർട്ട് ഇത് ചൈനയ്ക്ക് ഓർഡർ കൊടുത്തിരിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് എത്രയാണ്, 300 മില്യൺ പീസസ് ഒക്കെ ആയിരിക്കും. യു ക്യാൻ ജസ്റ്റ് ഇമാജിൻ. അവർ ഓർഡർ കൊടുത്തിരിക്കുന്നത് 300 മില്യൺ പീസസ് ഒക്കെ ആയിരിക്കും. അപ്പൊ അവരുടെ കടയിൽ വിൽക്കുന്നതിന്റെ വില കുറയ്ക്കാനും കൂടെ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാണ്, നമുക്ക് ഹോൾസെയിലൊക്കെ തന്നിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് 2 എണ്ണമാണ് ഇതേപോലെ ഹോൾസെയിൽ വാങ്ങിക്കാൻ പറ്റുന്ന. അലി എക്സ്പ്രസ്, സെർച്ച് ഓൺലൈൻ അലി എക്സ്പ്രസ്. ഓക്കെ, അലി എക്സ്പ്രസ് ആൻഡ് ഇവരുടെ വാൾമാർട്ടിന്റെ ഈ ഡിവിഷൻ, ഡ്രോപ്പ് ഷിപ്പിംഗ് ഡിവിഷൻ. അപ്പൊ ഇത് നമുക്ക് കടയും വേണ്ട, എംപ്ലോയീസും വേണ്ട, വാടകയും കൊടുക്കണ്ട, AC-യും വേണ്ട, പിന്നെ ഇന്ത്യയിൽ വെച്ച് കച്ചവടം നടന്നിട്ടില്ലാത്തതുകൊണ്ട് GST-യും കൊടുക്കണ്ട. എല്ലാം കഴിഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് വരുന്ന പൈസ നമ്മൾ സസ്പെൻസ് അക്കൗണ്ടിൽ നിന്ന് നിർത്തിയിട്ട്, അപ്പൊ സസ്പെൻസ് അക്കൗണ്ടിൽ നിന്ന് നിർത്തിയിട്ട് ഉപയോഗിച്ചാൽ മതി. ഞാൻ പലപ്പോഴും ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു $10,000 എനിക്ക് സസ്പെൻസ് അക്കൗണ്ടിൽ, വെർച്വൽ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്. ഞാൻ എടുക്കുന്നില്ല. കാരണം എനിക്ക് എന്തെങ്കിലുമൊക്കെ സാധനം പുറത്തുനിന്ന് വാങ്ങിക്കണമെന്നുണ്ട്, അതിൽ നിന്ന് കൊടുക്കാം. അവിടെ പിന്നെ നമ്മൾ എക്സ്ചേഞ്ചിന്റെ പ്രശ്നത്തിനൊന്നും പോകേണ്ട കാര്യമില്ല. അപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ സസ്പെൻസ് അക്കൗണ്ട്, സസ്പെൻസ് അക്കൗണ്ട് അല്ല, വെർച്വൽ അക്കൗണ്ട്. വെർച്വൽ അക്കൗണ്ട് വരുന്ന പൈസ അവിടെ തന്നെ ഇട്ടിരുന്നാൽ മതി. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിക്കാനോ എടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ. ഇപ്പം ഐഫോണൊക്കെ പുതിയത് ഇറങ്ങിയേക്കുന്ന ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന അത്രയും വില ആകത്തില്ല നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ. അപ്പൊ അത് നമുക്ക് US വാറ്റാണ്. അപ്പൊ വാറ്റ് രജിസ്ട്രേഷൻ ഉള്ള ആൾക്കാരുടെ പേരിൽ വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് സംഭവം എത്തുവാണെങ്കിൽ നമുക്ക് വളരെ കുറവായിരിക്കും, പ്രൈസിങ് ഒത്തിരി കുറയും. നമുക്ക് വ്യക്തിപരമായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോവാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രൈസിൽ ഒരുപാട് വ്യത്യാസം വരും. ഈ അമേരിക്ക കാണുന്ന ഏത് സാധനം വാങ്ങിച്ചാലും ആ പ്രൈസിന്റെ കൂടെ +8.5 കൂടെ കുടിച്ചോണം കേട്ടോ. കാരണം അവിടുത്തെ 8.5 വാറ്റ്. ഓരോ സ്റ്റേറ്റിൽ ഓരോന്നാണ്. ന്യൂയോർക്കിലേക്കാണ് 8.5. ഈ കാണിച്ചേക്കുന്ന വില പ്ലസ് ടാക്സ് വേറെയാണ്. നമ്മുടെ ഇവിടെ അങ്ങനെയല്ല, ടാക്സ് കൂടെ കൂട്ടിയിട്ടുള്ള വിലയാണ് കാണിക്കുന്നത്. അവിടെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വ്യത്യാസമുണ്ട്. ടാക്സ് വേറെയാണ് കൊടുക്കേണ്ടത്. പക്ഷെ നമ്മൾ വാറ്റ് അക്കൗണ്ട് ഉള്ള ആൾക്കാർക്ക് എടുക്കുവാണെങ്കിൽ അത് കൊടുക്കണ്ട, എക്സ്ട്രാ പൈസ കൊടുക്കണ്ട. അത് അക്കൗണ്ട് തട്ടിക്കിരിക്കുമ്പോൾ വന്നോളൂ എന്നുള്ളതുകൊണ്ട്, അതില്ലാതെ അവർക്ക് അതിന്റെ പേരിൽ ക്രെഡിറ്റ് ചെയ്തുകൊണ്ട്, ഡെബിറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റും, റിലീസ് ചെയ്യാൻ പറ്റും. ഞാൻ പണ്ടൊക്കെ പ്രൊജക്ടറൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ, പ്രൊജക്ടർ ലാപ്ടോപ്പ് ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവിടെ ഷോപ്പൊക്കെ ഉള്ള ആൾക്കാരുടെ പേരിലാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് എമൗണ്ട് പറയും. അവരെൻ്റെ കൂടെ വന്നായിരിക്കും വാങ്ങിക്കുന്നത്. അപ്പോൾ അവരുടെ നമ്പർ പറഞ്ഞു കൊടുത്തിട്ട് അത് വെച്ചിട്ടായിരിക്കും വാങ്ങിക്കുന്നത്. അപ്പോൾ ഭയങ്കര എമൗണ്ട് നമുക്ക് അൺബിലീവബിൾ പ്രൈസിലേക്ക് വരും താഴേക്ക്. അതായത് ഡീലർ ഡിസ്കൗണ്ടും വാറ്റും കൂടെ കുറച്ച് കിട്ടും. ഈ പോകാൻ സമയമില്ലാത്തതുകൊണ്ട് പിന്നെ ഓക്കെ. ഇനി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൻ്റെ ബാക്കി ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം.
മറ്റേത് കടൽ പോലെ കിടക്കുകയാണ്. അപ്പൊ എന്റെ പുസ്തകത്തിനകത്ത് നോക്കിയാൽ തന്നെ ഇങ്ങനെ കടൽ പോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അറിയാം. ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാലൊന്നും ഒരു 10-50 ആഴ്ച ഇരുന്ന് പറഞ്ഞാലൊന്നും ഒന്നും ആവില്ല. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെയുള്ള സാധനം എടുത്തിട്ട് ഗ്ലോബലി മാർക്കറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ പറയാം. കം ആൻഡ് സ്പീക്ക് ടു മീ. ജെയിംസ്, വേറെ എന്തൊക്കെയാണ് ഇന്റർനെറ്റ് ടെക്നോളജി വന്നിട്ടുള്ളത്? ഇത് നല്ലതാണ്. എയർ ഫൈബർ, വേറെന്തുണ്ട്? ലീഫൈ ഇറങ്ങിയോ? ഒന്നും കൂടെ പറയൂ സർ പ്ലീസ്. ലീഫ് വൈഫൈക്ക് പകരം ലീഫൈ. സർ ലീഫൈ ഞാൻ കേട്ടു, പക്ഷേ ഞാൻ ഇവിടെ കണ്ടില്ല സർ പ്ലീസ്. നമ്മുടെ ഈ ഏരിയയിൽ കണ്ടില്ല. അല്ല, വൈഫൈ ഒന്ന് ജസ്റ്റ് ഓൺലൈൻ ചെക്ക് ചെയ്ത് നോക്കിക്കേ. വൈഫൈ എന്ന് എഴുതുന്ന വരെ ലീഫൈ അടിച്ച് നോക്കിക്കേ, അതെന്നിറങ്ങുന്നൊക്കെ നോക്കിയേ. നിങ്ങളൊരു ടെലികോമിന്റെ ഒരു എഞ്ചിനീയർ അല്ലേ? അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഫൈക്ക് പറ്റിയത് ഒത്തിരി ഏരിയയിൽ ഭയങ്കര സ്പീഡിൽ കിട്ടും. ചോദിച്ചോളൂ, നിങ്ങൾ ചെറിയൊരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് ചോദിക്കാം. ചുമ്മാ അറിവിന് വേണ്ടി ചോദിക്കുന്നതിന് പകരം. മറ്റേ നിങ്ങൾ വെറുതെ ചോദിക്കുന്നതിന് പകരം അതെല്ലാം യൂട്യൂബിൽ ചോദിച്ചാൽ നോക്കിക്കൊണ്ടിരുന്നാൽ കിട്ടിക്കൊണ്ടിരിക്കും. ഈ ഫോണിന്റെ താരിഫും റേറ്റും എല്ലാം ഇന്ത്യയിലാണ് വൺ ഓഫ് ദ ചീപ്പസ്റ്റ് കേട്ടോ. ചൈനയെ പോലെ ഇതിന് വളരെ കൂടുതലാണ്. നമ്മളിവിടെ ഒരു ഫോൺ എങ്ങനെ ഉപയോഗിച്ചാലും, എത്ര കൂടുതൽ ഉപയോഗിച്ചാലും നമുക്കൊരു 1200 അപ്പുറത്തേക്ക് പോകില്ല, 1000 മുകളിലോട്ട് പോകില്ല. നമ്മൾ US ചെന്ന് ഇറങ്ങുവാണെങ്കിൽ നമുക്കവിടെ പിന്നെ എയർപോർട്ടിൽ തന്നെ അപ്പം തന്നെ സിം എടുക്കാം. ഒരുപാട് കമ്പനികളുടെ സിം ഉണ്ട്. T-Mobile അവിടെ ഏറ്റവും കൂടുതലുള്ളത്. നമ്മൾ സിം എടുത്തു കഴിഞ്ഞാൽ $110 ആദ്യത്തെ മിനിമം. ആ സമയത്ത് നമ്മൾ നമ്മുടെ ഇവിടുത്തെ എയർപോർട്ടിൽ നിന്ന് കയറുന്നതിന് മുമ്പ് അവിടെ ഉപയോഗിക്കാൻ ഒരു സിം കിട്ടും. അതിനാണ്ട് 1500 രൂപ ഏതാണ്ട്. അത് നമുക്ക് ഒരു മാസത്തേക്ക് അൺലിമിറ്റഡ് കോളും ഒക്കെ ഉള്ളതായിരിക്കും. പക്ഷെ അവിടെ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല റേറ്റ് ആണ് അവിടെ. ഞാൻ കണ്ടിട്ടുള്ള സ്ഥലങ്ങളിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും ചീപ്പസ്റ്റ്, നിങ്ങൾ നെറ്റിൽ നോക്കിയതിലും കുറവുള്ളൂടെ വല്ലതും കാണുമായിരിക്കും. യൂറോപ്പിൽ ഭയങ്കര കൂടുതലാണ്, UK ഭീമമായ കൂടുതലാണ്, US ഇപ്പൊ പറഞ്ഞതുപോലെയാണ്. ഗൾഫ് നിങ്ങൾക്ക് അറിയാം നല്ല കൂടുതലാണ്. ഓക്കെ, ഗൾഫിലൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും കൂടെ പോയി നമ്മൾ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട്. പോയി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മുടെ ശിഷ്യരാരെയും ഇങ്ങനെ പറഞ്ഞ് ടോപ്പ് ചെയ്ത് തന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇത് ചോദിക്കും. നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റിയ കാര്യങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കും. നിങ്ങൾ വായിച്ചതിന്റെ ബാക്കി ചോദിക്കും. ഹലോ സർ. ആ സർ, ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുസ്തകത്തിലുള്ള ലിങ്കിനെ കുറിച്ചിട്ട് ഈ ക്ലാസ്സിൽ പറയാമെന്ന്. ഓക്കെ. ഞാൻ നോക്കട്ടെ, അതിൽ നിന്ന് എടുത്ത് കാണിക്കാൻ പറ്റുമോ അത്. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് സാർ, ഞാൻ സാറിന്റെ സ്മാർട്ട് ഓൺടർപ്രണറിന്റെ ഒരു നമ്മുടെ കഴിഞ്ഞൊരു മാർച്ച് ആ സമയത്ത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സാറിന്റെ ഒരു സ്ഥിരം ലിസണറാണ്, ഒരു ഫോളോവറാണ്. അപ്പോൾ സാറിന്റെ ക്ലബ് ഹൗസ് സെഷൻ എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ സാറ് ഒരു 2 സെഷനിൽ സാറ് ഒരു ഷിയ ബട്ടറിനെ പറ്റി പറഞ്ഞായിരുന്നു. ഷിയ ബട്ടർ, ഓക്കെ. അതെ സാർ, അത് നമുക്ക് ഈ പറയുന്ന ഡ്രോപ്പ് ഷിപ്പിങ്ങോ അങ്ങനെ ചെയ്യാൻ പറ്റും? അത് നമ്മുടെ സ്വന്തം ബ്രാൻഡായിട്ട് തന്നെ. ആഫ്രിക്കയിൽ 1-2 രാജ്യത്താണ് ഉള്ളത്. നോക്കിക്കോ, ഷിയ ബട്ടർ ആഫ്രിക്കയിൽ ഏത് കൺട്രിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കിക്കോ. ഗാന, നൈജീരിയ. ഓക്കെ, അതിന്റെ വിലയൊന്ന് നോക്കിക്കേ, എവിടെ മാർക്കറ്റ് കിട്ടുമെന്നോ നോക്കിക്കേ. ഈ ആ പുസ്തകത്തിന് കൂടെ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ അതിന്റെ ലേണിംഗിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് എവിടെ കൊടുത്തേക്കെന്ന് നോക്കിയാൽ അതിപ്പോ നിങ്ങൾക്ക് ഓരോന്നും നോക്കുമ്പോഴത്തേക്കും ഞാനത് ഈ പറഞ്ഞിരിക്കുന്ന 100 കണക്കിന് ബിസിനസ്സുകളിലേക്ക് നമുക്ക് പോകാനായിട്ടുള്ള വെബ്സൈറ്റിന്റെ ലിങ്കാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ സോഫ്റ്റ്വെയറിലേക്ക് ഒന്ന് പോകാൻ നോക്കുവാണ്. ലൈഫിൽ ഇതുപോലെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ഉണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട് നമുക്ക് ചെയ്യാവുന്ന പല ജോലികളുമായിട്ട് ബന്ധപ്പെട്ട്. സാർ, അതിന്റെ 25 kg വന്നിട്ട് $264.99 ആണ് പറയുന്നത്. അപ്പൊ അത് വെച്ച് നോക്കിയിട്ട് എത്ര നിങ്ങൾക്ക് അത് എടുത്താൽ എന്ത് വിലക്ക് വിൽക്കാൻ പറ്റും നോക്കിക്കോ. പക്ഷെ അതിലൊക്കെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇവിടെ തന്നെ വിൽക്കാവുന്ന സാധനമുണ്ട്. ഞാനത് എക്സാമ്പിൾ പറഞ്ഞതാണ്. അത് നമ്മുടെ ഈ ഫേസ് കുറച്ചുകൂടെ ചെറുപ്പമാകാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ,
ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന സംഭവം ഇതാണ്. നിങ്ങൾക്ക് ഈ നാളെ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തോടെ എങ്ങനെ കയറി നമുക്ക് ഓരോന്ന് നോക്കുന്ന എങ്ങനെയാണെന്ന് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ള സാധനം വെച്ചിട്ട് ഇതിൽ കൂടെ ലിങ്ക് അടിക്കാം. ഇത് മാത്രമല്ല, ഇതിന് ശേഷം ഒത്തിരി ലിങ്ക് വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ആ കോഴ്സിനകത്ത് അതിൻ്റെ പുറകിൽ കാണുന്ന ആ നമ്പർ വെച്ചിട്ട് നമുക്ക് ഇ ലേണിങ്ങിനകത്ത് കയറിയാൽ കിട്ടേണ്ടതാണ്. കിട്ടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ചെയ്യേണ്ടത് ഒറ്റ കാര്യമുള്ളൂ. അതിലേക്ക് ഞാൻ തന്നേക്കുന്ന നമ്പറിലേക്ക് ഒരു വാട്സപ്പ് ചെയ്യണം. അപ്പോൾ അവർ ഒരു ലിങ്ക് ഇട്ട് തരും. ആ സമയത്ത് കയറിയാൽ മാത്രം മതി, അവരിതെല്ലാം കാണിച്ചു തരും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനകത്ത് എന്തെങ്കിലും ഫോൾട്ടി ആണെന്നുണ്ടെങ്കിൽ. ഇത് ബുക്ക് മാത്രമല്ല, ബുക്കിന്റെ കൂടെ ഒരു കോഴ്സിന്റെ സർവീസും കൂടെ നമ്മൾ തരുന്നത്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദ ബുക്ക്. ഓക്കെ, അപ്പോൾ അതിൽ കൂടെ നിങ്ങൾ ട്രാൻസാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇപ്പോൾ ആ ബുക്കിനകത്ത് ഏറ്റവും ലാസ്റ്റ് ഇത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ കയറാനുള്ള എൻട്രി ചെയ്യാനുള്ള സംഭവം എല്ലാം കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത പിന്നെ ചോദ്യങ്ങൾ ചോദിക്കുമോ? സർ, ഷോപ്പിഫൈനെ കുറിച്ച് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാമോ സർ? ഷോപ്പിഫൈ, ഓക്കെ, ഇതുവരെ കേട്ടിട്ടില്ലാത്ത ആളാണെങ്കിൽ മേ ബി സംതിങ് ന്യൂ. ഷോപ്പിഫൈയെ കുറിച്ച് നിങ്ങൾക്ക് കിട്ടാൻ ഞാനിപ്പോൾ തന്നെ കാണിച്ചു തരാം. ഷോപ്പിഫൈയെ കുറിച്ച് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടാവുന്ന കാര്യമാണ്. അതിന്റെ ഡെലിവറി കാര്യങ്ങളൊക്കെ ജസ്റ്റ് എ മിനിറ്റ്. ഈ പറയുന്ന മിക്കവാറും കാര്യമെല്ലാം നമുക്ക് ഒരു ഐഡിയ കിട്ടിയാൽ പിന്നെ അത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. യൂട്യൂബിൽ പോയിട്ട് ഷോപ്പിഫൈയെ കുറിച്ച് ചോദിച്ചാൽ മതി. കൊടുത്തിട്ടുണ്ട്. ഷോപ്പിഫൈ ട്യൂട്ടോറിയൽസ് കൊടുത്തിട്ടുണ്ട്. ആമസോൺ പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന നല്ല ഒരു ഇതാണ്. 32,000 രൂപയുടെ ചിലവേ ഉള്ളൂ. നിങ്ങൾക്ക് നല്ല ഒരു എന്താണ്, വളരെ നല്ല ഒരു ഇ കൊമേഴ്സ് ആയിട്ട് ഉപയോഗിക്കാം. നിങ്ങൾ സ്ഥിരമായിട്ട് ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ ഈ ആൾക്കാർ പുറത്തുനിന്ന് കയറിയാൽ നോക്കിയാൽ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് മാത്രമേ കാണൂ. ഷോപ്പിഫൈ ആണെന്ന് പോലും ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല. ഓക്കെ, ഇതിൽ കൂടി നിങ്ങൾക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് നടത്താം. നല്ല രീതിയിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാവുന്ന ഇതാണ്. ഇതെല്ലാം അതിനെക്കുറിച്ച് കൊടുത്തിട്ടുള്ള സംഭവങ്ങളാണ്. നമ്മൾ ഇതിന്റെ പുറകിൽ മെനക്കെട്ടിരിക്കണം. അപ്പോൾ 1-2 ദിവസം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളിതെല്ലാം പഠിക്കും. ഞാൻ മുമ്പെയൊക്കെ പറഞ്ഞതിന്റെ പല പല വെറൈറ്റീസ് ഉണ്ട്. അത് പബ്ലിഷ് ചെയ്യുന്നതും ഇതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഇപ്പം ഞാൻ കാണിച്ചത്. അതല്ലാതെ ഈ ഡ്രോപ്പ് ഷിപ്പിങ്ങിന്റെ ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്. അത് നമുക്ക് അഫോർഡ് ചെയ്യാവുന്ന ഫീസിൽ കിട്ടും. എല്ലാം ഇതുണ്ട്. ഇതെല്ലാം ഒന്ന് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണോ ഗ്യാപ്പ് ഉള്ളത് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. നമ്മളിരുന്ന് പഠിക്കും. ഇപ്പം നമുക്ക് ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഇതേപോലെ ലോകത്ത് എവിടെ ഇരുന്ന് നമുക്ക് പഠിക്കാനുള്ള സൗകര്യമുണ്ട്. ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മളെ രക്ഷപ്പെടുത്താൻ നമ്മൾ ഇറങ്ങിത്തിരിക്കണം. സംഭവിച്ച സംഭവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ വലിയ മലയുടെ മണ്ടയ്ക്ക് പോയി, അതിന്റെ പാറയ്ക്കിട്ട് പോയി ഫ്ലൈറ്റ് പോയി ഇടിച്ച് തകർന്നു. പൈലറ്റ് ഉൾപ്പെടെ എല്ലാവരും മരിച്ചു. അപ്പൊ അവിടെ അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ ഇട്ട് ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണോ ഇങ്ങനെ പോയി തകർന്നത്? ശത്രുക്കൾ വല്ലതും മിസൈൽ അയച്ചതാണോ? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ വാട്ട് വാസ് ദ റിയൽ പ്രോബ്ലം? ലോ ലൈങ് ലാൻഡിലൂടെ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അശ്രദ്ധമായിട്ട് പൈലറ്റ് ഇരുന്നു. പൈലറ്റ് ആ മലയോട് അടുത്ത് ചെന്നപ്പോഴത്തേക്കും ഇതിനെ മുകളിലോട്ട് ഉയർത്തുന്ന ലിവർ പിടിച്ച് പുള്ളി ചെയ്യാനായിട്ട് വിട്ടുപോയി. പുള്ളി ചെയ്തിരുന്നെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് 2000 അടി ഉയരത്തിലേക്കൊക്കെ അങ്ങ് പ്ലെയിൻ പൊങ്ങിപ്പോയത്. സോ ദ പൈലറ്റ് ഫെയിൽഡ് in pulling the lever. That was a problem. So for many of us, our problem, we are not pulling the lever. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സൂക്ഷിച്ചിടേണ്ട സാധനങ്ങൾ ഇപ്പൊ കണ്ടില്ല. ഞാനിപ്പോ ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ കുറിച്ച് കാണിച്ചു. നിങ്ങൾക്ക് അതിനകത്തൊരു 10-50 വീഡിയോസ് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒരു രാത്രി നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ഉള്ള സാധനങ്ങൾ കയറിയാൽ നമ്മൾ ഉറങ്ങത്തൊന്നുമില്ല. ഇന്നെനിക്ക് പകരം മുഴുവൻ ക്ലാസ് ആയിരുന്നു. ഇപ്പൊ തീർന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ് വന്ന്. പക്ഷേ ഞാൻ ഇന്നലെ പലരും എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു. ഇന്നലെ കഴിഞ്ഞ് ഞാൻ ആകെ ഉറങ്ങിയത്
വെളുപ്പിനെ ഒരു 7:30 മുതൽ 9:45 വരെയാണ് ഉറങ്ങിയത്. ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള സാധനങ്ങൾ കിട്ടിയപ്പോൾ അതിന്റെ പുറകിൽ അങ്ങ് ഇരുന്ന് മണിക്കൂറുകൾ പോയി. നമുക്ക് അങ്ങനെ ഒരു സ്പിരിറ്റ് വന്നാൽ നമ്മൾ അങ്ങനെ അന്വേഷിച്ച് പോകുമ്പോഴാണ് നമ്മൾ ഒരുപാട് വഴികൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ എനിക്കിവിടെ ജീവിക്കാൻ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടല്ല ഇതെല്ലാം കണ്ടുപിടിക്കുന്നത്. ഒരു സ്പിരിറ്റ്, ഒരു താല്പര്യത്തിലാണ്. നിങ്ങളോടൊക്കെ അത് പറയാനായിട്ടുള്ള ഒരു ആവേശമൊക്കെ ഉണ്ട്. പക്ഷെ ആൾക്കാർ ഉപയോഗിക്കണ്ടേ? എന്ത് പറഞ്ഞു കൊടുത്താലും നമ്മൾ ആൾക്കാരത് ഉപയോഗിക്കണ്ടേ? സാറിന്റെ ആ ക്ലാസ് ഒക്കെ പേ ചെയ്തിട്ടാണോ സാർ? ഏതാ സാർ ഇന്നൊക്കെ ക്ലാസ് എടുത്തില്ലേ? ഇത് ആ അത് പേ ചെയ്ത ക്ലാസ് ആണോ? ഞാൻ ഫ്രീ ഒന്നും കൊടുക്കില്ല. കാരണം ഫ്രീ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ അതിന് വില കൊടുക്കില്ല. അപ്പൊ എനിത്തിങ് ഫ്രീ ഈസ് ഓഫ് നോ വാല്യൂ. നമ്മൾ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അത് ചാർജ് ചെയ്ത് കൊടുത്തിട്ട് ആ പൈസ വാങ്ങിച്ച് അനാഥാലയത്തിൽ കൊടുത്താൽ ഒരു തെറ്റില്ല. ഡോണ്ട് ഗീവ് എനിത്തിങ് ഫ്രീ ആൻഡ് പീപ്പിൾ വിൽ നോട്ട് വാല്യൂ ഇറ്റ്. സോ അതുകൊണ്ട് ചാർജ് ഉള്ളതും ചാർജ് ഇല്ലാത്തതെന്ന് പറയുന്ന ഒരു പ്രശ്നവുമില്ല. ഞാൻ ഈ പറഞ്ഞ ചാർജ് ഉള്ളത് മാത്രമേ ഉള്ളൂ. സാർ ഷോപ്പിഫൈയില് ഡെലിവറിയുടെ കാര്യം പറയാം സാർ. അത് എങ്ങനെയാണ് ഡെലിവറി ചെയ്യേണ്ടത്? ഏത് ഡെലിവറി ഇതിൽ ചെയ്യാമോ? DTDC എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലോക്കലി ഉള്ള കമ്പനികളുമായിട്ട് ടൈപ്പ് ചെയ്താൽ മതി. നിങ്ങൾ എവിടെയാണ് ഡെലിവറി ചെയ്യുന്നതെന്നുള്ളതിനനുസരിച്ച് ഷോപ്പിഫൈ നിങ്ങളുടെ ചുറ്റുവട്ടത്താണ് പച്ചക്കറിയാണ് വിതരണം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ലോക്കലി ഉള്ള ആളായിരിക്കണം. പിന്നെ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ 2-3 മണിക്കൂറിനകത്ത് വീട്ടിൽ കൊണ്ട് കൊടുക്കുന്ന ആൾക്കാരായിരിക്കും. ആ സർവീസ് എല്ലാം അവൈലബിൾ ആണ്. കേരളത്തിൽ തന്നെ ഈ സർവീസ് എല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പൊ ഫിഷ് ആൻഡ് മത്സ്യം, മാംസം ഇതെല്ലാം വീട്ടിൽ ഡെലിവറി ചെയ്യുന്ന ഓരോ ഏജൻസീസ് ഉണ്ട്. അതൊന്നും ആ കമ്പനിയുടെ ഫ്രഷ് ഹോമിന്റെ ഒന്നും അല്ല. അതൊക്കെ ആൾക്കാർ വന്ന് ഇപ്പൊ എത്ര ഉണ്ടോന്ന് ചോദിച്ചാൽ അത് തീരുന്നതനുസരിച്ച് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പൊ പിന്നെ ഇതുകൊണ്ടല്ലോ സൊമാറ്റോയുടെ അടുത്ത് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ അവര് പിന്നെ എന്താണ് ഫുഡ് അല്ലാതെ നമുക്ക് എന്തെങ്കിലും സാധനം എത്തിക്കണമെങ്കിൽ അവർ എത്തിച്ചു തരും. അവർക്കതിനുള്ള കാശ് നമ്മൾ അടച്ചാൽ മാത്രം മതി. എല്ലാത്തിനകത്തും ഫെസിലിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഒരു ദിവസം 1000 ഇതെന്താണ് പാക്കൊക്കെ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് എത്തിക്കേണ്ടതാണെങ്കിൽ ഇവർ തന്നെ വന്നൊന്ന് ചെയ്യും. സൊമാറ്റോ തന്നെ ഭയങ്കര എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിനകത്ത് സാധനം എത്തും. എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ വളരെ കൃത്യമായിട്ട് നോക്കി. സോ ഓപ്പർച്യൂണിറ്റി എല്ലാം ഉണ്ട്. ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളുടെ പല ആൾക്കാരും ആക്ട് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ഇന്നത്തെ പരിപാടി നമുക്ക് അവസാനിപ്പിക്കാൻ ടൈമായി. നിങ്ങളിപ്പോ ഡോക്ടർ PP വിജയൻ എന്ന് പറഞ്ഞ ജസ്റ്റ് മോളിൽ എഴുതിയിട്ടുണ്ട്. ഡോക്ടർ PP വിജയൻ 1799 പേരുള്ള ഒരു ഗ്രൂപ്പാണ്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഇതുണ്ടോ, റിയൽ എസ്റ്റേറ്റിന്റെ കേരളത്തിൽ എങ്ങനെയാണ് റിയൽ എസ്റ്റേറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കേണ്ടതിനെ കുറിച്ച് ഞാനിപ്പോൾ പഠിപ്പിക്കാൻ തുടങ്ങുകയാണ്. 2 മിനിറ്റിനകത്ത് തുടങ്ങും. നിങ്ങൾക്ക് നേരെ ഇതിലോട്ട് പോവുക. ചെയ്തിട്ടില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരുവാണ്. ഉള്ളവർക്കൊക്കെ എപ്പോഴും ഇതിനകത്ത് കയറിയാൽ മതി. എൻ്റെ പ്രോഗ്രാം എല്ലാം കാണും. നിങ്ങൾ ടെലഗ്രാം ഇല്ലാത്ത ആൾക്കാർ ആപ്പിൽ പോയി ടെലഗ്രാം ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. 1 മിനിറ്റ് കൊണ്ട് തീരും. ഓക്കെ, അത് കഴിഞ്ഞാൽ ആ ടെലഗ്രാമിനകത്ത് പോയിട്ട് ഇത് കണ്ടോ, ഇതുപോലെ അടിച്ചാൽ മതി. ഡോക്ടർ PP വിജയൻ കാണുന്നുണ്ടോ? ഹലോ, സാർ കാണുന്നുണ്ട്. ഓക്കെ. ഡോക്ടർ PP വിജയൻ എന്ന് അടിക്കുക. അപ്പൊ നിങ്ങൾ നേരെ ഇവിടെ ലാൻഡ് ചെയ്യും. അപ്പൊ ഇന്ന് പോസ്റ്റ് ചെയ്തിരിക്കുന്ന സാധനത്തിലേക്ക് വരിക. അങ്ങനെ പ്രോഗ്രാംസ് ഇതിനകത്ത് കയറിയാൽ മതി. ഏത് പ്രോഗ്രാം ഉള്ളത് നോക്കാനായിട്ട് പറ്റും. അതുപോലെ വരുന്ന പ്രോഗ്രാംസ്. പിന്നെ ചില വീഡിയോസ് ഒക്കെ ഞാനിങ്ങനെ എടുത്തതിനകത്ത് ഇട്ടേക്കും. അത്യാവശ്യം ഇപ്പം നിങ്ങൾക്ക് കാണേണ്ട റെലവൻസ് ഉള്ളതാണെങ്കിൽ. നിങ്ങൾക്കൊരു ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. ഒറ്റ പ്രാവശ്യം കൊണ്ടും തീരത്തില്ല. ഒരു 2-3 പ്രാവശ്യത്തിൽ കണ്ടു കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ട് അത് മനസ്സിലാകും. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ടേക്കും. ഇത് ഗ്രാറ്റിറ്റ്യൂഡ് വേണമെന്നുള്ളതാണ്. നമുക്ക് ഏതൊക്കെ കാര്യത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പോസ്റ്റർ എന്നുള്ളതേ ഉള്ളൂ. പിന്നെ പല പുസ്തകങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ആർട്ട് ഓഫ് വാർ എന്നൊക്കെ പറഞ്ഞ പുസ്തകമൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓരോന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ടുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് കയറി വിസിറ്റ് ചെയ്യാം. ഡോക്ടർ PP വിജയൻ, എല്ലാ സ്മോൾ ലെറ്റേഴ്സ്, കുത്തൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ കാണാം. താല്പര്യമുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ക്ലൂ കിട്ടിക്കഴിഞ്ഞാൽ ഒക്കെ നോക്കാം. താല്പര്യമുള്ളവർ വന്നു. ഓക്കെ,
താങ്ക് യു താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ. ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമാണ് കസേര തോന്നുന്നു എഴുന്നേറ്റത്. താങ്ക് യു സർ. രാവിലെ ഉറക്കം തെളിഞ്ഞപ്പോ മുതൽ. ഞാൻ ഇറങ്ങുവാണ്. താല്പര്യമുള്ളവർ യു ആർ വെൽക്കം.